രക്ഷപ്പെട്ടോ വാസുക്കുറുപ്പേ. ഇനി വേണ്ടത് വേണ്ട പോലെ ഞാനങ്ങ് എഴുതി ചേർത്തോളാം. സഞ്ജയനവും കുളിയൊക്കെ കഴിഞ്ഞ് താനങ്ങ് ആപ്പീസിലോട്ട് വന്നാ മതി. ആപ്പീസിലോട്ട് വരുമ്പോ 100ന്റെ കെട്ടൊരെണ്ണം എടുത്തോണേ. ശവത്തെ കൊണ്ടാ ആശ മിൽപത്രം എഴുതിപ്പിച്ചത്. തള്ളവരിലെ മഷിപ്പാട് ശരിക്കും മാഞ്ഞു പോയിട്ടില്ല. അമ്മച്ചിയെ കുളിപ്പിക്കുമ്പോ വിരല് നല്ലോണം അമർത്തി തിരുമി കഴിയിക്കോണേ. ആരുടെ ശ്രദ്ധപ്പെടണ്ട. കരച്ചിലും നിലവിളിയൊക്കെ ഞങ്ങളങ്ങ് പോയിട്ട് മതി. നിലവിളി കേട്ട ആൾക്കാർ ഓടിക്കൂടും. ഈ അസമയത്ത് അച്ചാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന കാണും. അത് മതി നാട്ടുകാർക്ക് കഥമനെ. അല്ലയോ ചായ? ശരി നട. മരിച്ചു കിടക്കുന്നത് നിങ്ങളുടെ അമ്മയാ. രണ്ടും പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? കരച്ചിലും പിടിച്ചിലും കുറെ കഴിഞ്ഞു വന്നു. കൂടെ പിറന്നതായിട്ട് ഒരു സഹോദരി മാത്രമല്ലേ നിങ്ങൾക്കുള്ളൂ? വിധവയായി അവരോട് ഇത്രയും ക്രൂരത വേണോ? നീ പറ്റത് രണ്ടും പെണ്ണാ. അതുങ്ങളെ മാന്യമായി ഇറക്കിവിടണ്ടേ? ഇതൊക്കെ പുറത്തറിഞ്ഞ വഴക്കും ബഹളും ഒക്കെ ഉണ്ടാവും. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. നിന്റെ വായിന്നൊന്നും വീഴായിരുന്നാ മതി. ബാലഗോപാലൻ വക്കീലായി, അത് മറക്കണ്ട. വെണ്ടർ എഴുതി പിടിപ്പിച്ചാലേ സുപ്രീം കോടതി പോയാലും തള്ളിപ്പോകത്തില്ല. 1983 ഒക്ടോബർ മാസം 12-ാം തീയതി ഉദിയന്നൂർ താലൂക്കിൽ ഉദിയന്നൂർ വില്ലേജിൽ ഞാറ്റടിക്കിഴക്കേതിൽ നെന്മേനിക്കുറുപ്പത്ത് വീട്ടിൽ നാരായണി കുഞ്ഞമ്മ, വയസ്സ് 80. ആശാനെ ഒരു ലാബ് പോയിന്റ്. മരിച്ചുപോയ നാരായണി കുഞ്ഞമ്മയ്ക്ക് വാസുക്കുറുപ്പിനെ കൂടാതെ ഒരു മകൾ കൂടി നിലവിലുള്ളത് കൊണ്ട് മകന് മാത്രമായി വസ്തു മുഴുവൻ എഴുതി കൊടുക്കുന്നത് എങ്ങനെ? സ്വയാർജിത വസ്തു 3ആയി ഭാഗിച്ച് 2 മക്കൾക്കും ഭാര്യയ്ക്കും വീതം വെച്ചതിൽ ഭാര്യയുടെ ഓഹരിയാണ് വിൽപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ആധാരക്കുറുക്ക് ആശാനെ പഠിപ്പിക്കരുത്. ശരി ഇരി. എന്നാടാ കുച്ചിരാമ? അച്ചായൻ എന്തായാലും എന്നോട് ചതി ചെയ്യരുതായിരുന്നു. ചതിയോ? കടം കൊണ്ട് നിക്ക കള്ളിയില്ലാതെ വന്നപ്പോ മത്തായിക്ക് വെണ്ട കൃഷി ചെയ്യാനാ ഞാൻ എന്റെ പുരയിടം പണയപ്പെടുത്തിയത്. പക്ഷെ പുരയിടത്തിൽ അയാൾ നട്ടിരിക്കുന്നത് തേക്കിൻ തൈകളാ. വെണ്ടയായിരുന്നെങ്കിൽ 3 മാസം കഴിഞ്ഞ് പുരയിടം തിരികെ കിട്ടിയേന്. ഇതിപ്പോ 30 കൊല്ലം കഴിഞ്ഞാലും തിരികെ കിട്ടുമെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? വെണ്ട കൃഷി ചെയ്യാൻ കരാർ എഴുതിയ ഭൂമിയില് മത്തായി എങ്ങനെ തേക്കാടും? അതറിഞ്ഞുകൂടാ. എനിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ട് അച്ചായനെ ഞാൻ വിശ്വസിച്ചു. എന്താടാ എഴുതി വെച്ചിരിക്കുന്നത്? ഒരു ചെറിയ തെറ്റ് പറ്റി. വെണ്ട കൃഷി എന്നുള്ളതിന് വേണ്ട കൃഷി എന്നായിപ്പോയി. ആധാരമെഴുത്തുകാരൻ അക്ഷരം തെറ്റിയാ തകരുന്നത് കുടുംബങ്ങളാ. അറിയപ്പെടാനോ തന്തയ്ക്ക് പറക്കാത്തവൻ അവിടെ പിടിക്കടാ. പിടിക്കാനാ പറഞ്ഞു. പിടിക്കാൻ അങ്ങോട്ട് കൊല്ലവനെ. എന്റെ ആഫീസിൽ എഴുതി ആധാരത്തിൽ തെറ്റുപറ്റിയ ഞാൻ ശിക്ഷ അനുഭവിക്കണം. കൊല്ലവനെ. 1-ാം പ്രതി ചാത്തന്റെ മകൻ കൊച്ചിരാമനും 2-ാം പ്രതി ഈട്ടിത്തറ ചാണ്ടിക്കുഞ്ഞിന്റെ മകൻ ബേബിക്കുട്ടി നോമന പേരുള്ള ഈ ദാനിയലും. ശിക്ഷിച്ചാൽ നിനക്ക് കഴിയണം, എനിക്ക് ജീവ വരുന്നു. വീടരുതവനെ. കുത്തി മാലത്തവനെ. എനിക്ക് പുരയിടം കിട്ടുമ്പോ മതിയാ. പോയോ? പോയി. ശരി കേറിയിരി. നമുക്ക് അടുത്ത കളി തുടങ്ങാം. തടിച്ചേന്, ആട്ടിയേന്, തന്തയ്ക്ക് പറഞ്ഞേന്. തുപ്പിയതിന് തന്നില്ല. അത് ശരിയാണല്ലോ. അതെ, രൂപയുടെ മൂല്യം ആഴ്ചയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. വെണ്ട കൃഷി വേണ്ട കൃഷി ആക്കിയതിന് അച്ചായന് 10,000 കിട്ടി. എനിക്ക് വെറും നക്കാപ്പിച്ച. ഈ തുകകളൊക്കെ ഒന്ന് ഉയർത്തി ഫിക്സ് ചെയ്യാ അച്ചായ. തന്തയ്ക്ക് പറയുന്നതിന് കൂട്ടിയില്ലെങ്കിലും വിരോധമില്ല.
തന്തമാർക്കൊക്കെ ഇപ്പൊ മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുക. മറ്റെല്ലാത്തിനും പിന്നെ ശരി. മൊന്തയും മിൽക്കും വരുന്നുണ്ട്. ത്രേസ്യ കൊച്ചു വല്ലാണ്ട് മെലിഞ്ഞു പോയി. ത്രേസ്യ കൊച്ചിനെ നീ വണ്ണം വെപ്പിക്കണ്ട. അച്ചായൻ ഈ മൊന്തയിലെ പാലുകൂടി ഒന്ന് നിർത്തരുതോ? ത്രേസ്യ കൊച്ചു ഗ്ലാസ്സിൽ ഒഴിച്ചു തരുമായിരുന്നല്ലോ. ഇങ്ങനെ കുടിക്കുന്നതാ എനിക്കിഷ്ടം. നായി നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നായിക്കോലം കെട്ടിയാ കുറയ്ക്കണോന്നുണ്ട് പഴഞ്ചൊല്ല്. നായിന്റെ മോനെ നായേന്ന് വിളിച്ച നായിക്കുണ്ടോ നാണം എന്നും ഉണ്ട് ഒരു പഴഞ്ചൊല്ല്. നായിന്റെ മോനെ ഉണ്ടായോ നായിന്റെ മോനെ എന്നൊരു പഴഞ്ചൊല്ലില്ല. നീ എന്റെ തോള ഇരുന്നോണ്ട് ചെവി തിന്നുന്നുണ്ട്. മോഹൻ ചേട്ടന് കുടിക്കാൻ വേണ്ടേ? ഇപ്പൊ കടി തുടങ്ങി. ഉണ്ട്. വേണ്ട വെണ്ടറ വീട്ടിലെ വേലക്കാരി വേല തരം തുടങ്ങിയുണ്ടല്ലോ. അച്ചായ, ജോയി മോന് മീശ മുളച്ച സ്ഥിതിക്ക് ഈ ജാതി ഒരു വിളഞ്ഞ പെണ്ണിനെ ഇനി എവിടെ ജോലിക്ക് ഇരുത്തണോ? വെടിമരുന്നിന്റെ അടുത്ത് തീ വേണോ? ജോയിച്ചൻ എന്റെ മോനാ. അതാ എനിക്ക് പേടി. താൻ വീട്ടിൽ വരുമ്പോ തന്നെ പാത്തും പതുങ്ങിയുള്ള നടപ്പും ശിങ്കാരവും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുമായിട്ട് വല്ല ഡിങ്കോൾഫിയും കണ്ടാൽ ചവിട്ടി നിന്നെ പുറത്താക്കും. എവളുമായിട്ടാ? അയ്യേ, ഞാൻ നല്ല ഒന്നാം തരം ഇല്ലത്ത് നായരാ. നാഗമ്പടം മോഹനം പിള്ള, ഇരവിക്കുട്ടിപ്പിള്ള വലിയ പടത്തലവന്റെ ഫാമിലി.